Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഡെയിലി ബൂസ്റ്ററിന്റെ 73ാമത്തെ ദിവസമാണെന്ന് ഡിഗ്രി പ്രിലിംസിന്റെ 47/24 എന്നുള്ള ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 2021 മുതൽ 25 വരെ 13 ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ള PSC നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി 4 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ 5 ക്വസ്റ്റ്യൻ പേപ്പർ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി മാത്രമായിട്ട് ഡെയിലി ബൂസ്റ്റർ ഡിഗ്രി പ്രിലിംസ് PYQ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി 4 ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഡെയിലി ബൂസ്റ്ററിന്റെ ഒരു സീരീസിൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒത്തിരി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇടാം. കാര്യം അതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സീരീസ് ആണ് ഡെയിലി ബൂസ്റ്റർ ആയിട്ട്. അത് നമ്മൾ ഫ്രം 1 to നമ്മളിപ്പോൾ 73 ദിവസമായിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ കാണുവാണെങ്കിൽ മെയിനായിട്ട് ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻസിന്റെ നോക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ LDCക്കും അതേപോലെ തന്നെ മറ്റേ ഫോഴ്സിന്റെ ലെവലിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഒന്നേന്ന് തൊട്ട് കണ്ടു തുടങ്ങാം. ഒന്നേന്ന് തൊട്ട് കണ്ട് നിങ്ങൾക്ക് ഒരു 20 വരെയൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് ഒരു മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പം നമ്മുടെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 7 raised to x plus 2 equal to 49 raised to 2x minus 3 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. 7 raised to x plus 2 അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ലോ ഓഫ് എക്സ്പോണൻസിൽ നമുക്കറിയാം, രണ്ട് സാധനങ്ങളുടെ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ 49 ആണ്, ഇവിടെ 7 ആണ് ബേസ്. പക്ഷേ ഈ 49 എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എന്താക്കി മാറ്റാനായിട്ട് പറ്റും? 7ന്റെ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഓക്കെ, 7 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ 2x minus 3 എന്ന് വരും. ഇനി ഇവിടെ എന്ത് വരും? ഇത് 7 raised to x plus 2 equal to ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് a power m into n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? a power m into n ആണ്. a power m the whole power n ആണെങ്കിൽ അപ്പോൾ ഇവിടെ എന്ത് വരും? 7 into ഇവിടെ 2 into ഇവിടെ എത്ര വരും? 2 into 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 4x minus 6 എന്ന് വരും. 7ന്റെ പവർ സെയിം ആയത് അല്ലെ? ഇപ്പൊ ബേസ് എന്താണ്? രണ്ടും 7 ആയി. പവേഴ്സിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ x plus 2 എന്ന് പറയുന്നത് എന്ത് വരും? 4x minus 6 എന്ന് വരും. ഇവിടെ നമുക്ക് ഇത് എന്താണ് വരേണ്ടത്? 2 equal to അല്ലെ, ഇവിടെ 2 minus 6 ഇപ്പുറം വരുമ്പോൾ plus 6 ആകും, which is equal to 4x minus x എന്ന് വരും. ഇനി 6ഉം 2 കൂടി കൂട്ടുമ്പോൾ 8 കിട്ടും. 4x minus x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x ആണ്. ഓക്കെ, അതായത് എന്ത് വരും? 3x എന്ന് പറഞ്ഞാൽ 8 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ 8/3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രണ്ട് സംഖ്യകളുടെ ആകെ തുക 8. സംഖ്യകൾ നമുക്കറിയില്ല. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് 8. ഇവിടെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഗുണനഫലത്തെയാണ്. ഗുണനഫലം. നിങ്ങൾ ഡിഗ്രി ലെവലിലേക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ മലയാളത്തിൽ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഒന്ന് ഇംഗ്ലീഷും കൂടി വായിച്ചു നോക്കണം കേട്ടോ. എപ്പോഴും അങ്ങനെയായിരിക്കും. മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് അവർ ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ x into y എന്ന് പറഞ്ഞാൽ 15 ആണെങ്കിൽ അവയുടെ പരസ്പര വിൽക്രമങ്ങളുടെ തുക എന്നാണെന്ന് തോന്നുന്നു. ഒറ്റ മിനിറ്റ്, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, എന്തോ മിസ്സായിട്ടുണ്ടോ അവിടെ. ഓക്കെ, പരസ്പര സംഖ്യ അങ്ങനെ തന്നെയാ. പരസ്പര സംഖ്യകളുടെ തുക എത്രയെന്ന് തന്നെ ചോദിച്ചിരിക്കുന്ന. അത് ശരിക്കും വിൽക്രമമാണ് കേട്ടോ. അതായത് അവയുടെ പരസ്പര സംഖ്യകൾ എന്ന് ഉദ്ദേശിക്കുന്ന വിൽക്രമമാണ്. അത് നമ്മുടെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരുന്നത് നോക്കിക്കേ. അതായത് വിൽക്രമങ്ങളുടെ തുക എത്രയെന്ന്. വിൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ അല്ലെ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യ ഇപ്പൊ x ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 1/x ആണ്. ഇതാണ് സംഖ്യയെങ്കിൽ ഇതാണ് അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1/x plus 1/y എത്രയെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണ്? 1 into y എന്ന് പറയുന്നത് y ആണ്. y plus x divided by x into y എന്ന് പറഞ്ഞാൽ എന്ത് വരും? xy. ഇവിടെ എന്താണ്? x plus y എന്ന് പറയുന്നത്. അപ്പൊ x plus y എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് x plus y എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. x into y എന്ന് പറഞ്ഞാൽ അത് 15 ആണ്. സോ ആൻസർ വരേണ്ടത് 8/15 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം.
രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? സംഖ്യകളുടെ അനുപാതം. നമുക്ക് സംഖ്യകളെ നമുക്കറിയില്ല, 5:6 എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ അനുപാതം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഏതോ ഒരു വലിയ സംഖ്യ. ഇപ്പൊ ഞാൻ 10:5 എന്ന് എഴുതി. ഇതിനെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം, 2:1 എന്നായി മാറി. ആ ഒരു ഏറ്റവും ചെറിയ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ വിചാരിക്കുന്നു ഏതോ ഒരു സംഖ്യ കൊണ്ട് അതിനെ മൾകണ്ട. ഇവിടെ നമുക്ക് എന്താണ്, ഈ സംഖ്യ രണ്ടിനെയും 5 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ ഏതോ ഒരു സംഖ്യ കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇവയുടെ ഉൽപ്പന്നം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 480 ആണ്. എങ്കിൽ വലിയ സംഖ്യ ഏത്? അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? x കണ്ടുപിടിക്കണം. 5 × 6 എന്ന് പറയുന്നത് 30x² ആണ്. 30x² 480 ആണ് എങ്കിൽ ഇവിടെ x² എന്ന് പറഞ്ഞാൽ എത്ര വരും? 480 ഡിവൈഡഡ് ബൈ 30 എന്ന് വരും. 0 0 കൂടി കട്ടായി പോകും. 48 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 16 വരും. അത് x² ആണ്. സോ x എന്ന് പറഞ്ഞാൽ √16, അതായത് 4 ആണ് x-ന്റെ വാല്യൂ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ rx ആയിരിക്കുമല്ലോ. സോ rx എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്? 6 × 4 24 ആണ് സംഖ്യയായിട്ട് വരേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെ തുക 976 ആണെങ്കിൽ 4 ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത്? നമുക്കറിയാം ഒറ്റ സംഖ്യകൾ. ഇപ്പൊ നോക്കിക്കേ, 1 3 5 7 ഇതാണല്ലോ നമ്മുടെ ഒറ്റ സംഖ്യകൾ. അതായത് ആദ്യത്തെ സംഖ്യയോട് 2 കൂട്ടിയാണ് എഴുതേണ്ടത്. ആദ്യത്തെ സംഖ്യ x എന്ന് എഴുതി, രണ്ടാമത്തെ സംഖ്യ x+2 എന്ന് എഴുതി. അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ x+2നോട് 2 കൂട്ടണം, അതായത് x+4 വരും. അടുത്ത സംഖ്യ എന്താണ്? ഈ x+4നോട് 2 കൂട്ടണം, അതായത് x+6 വരും. ഇങ്ങനെ 4 സംഖ്യകളാണ് എങ്കിൽ അവയുടെ ആകെ തുക ഇവയെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 976 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. ഒരു x 1 2 3 4 4x പ്ലസ് 6 4 10 10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 12. ഇത് 976 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ 4x എന്ന് പറഞ്ഞാൽ 976 മൈനസ് 12 ആണ്. x എന്ന് പറഞ്ഞാൽ എത്ര വരും? 964 ഡിവൈഡ് ബൈ 4 ആണ്, അതായത് 241 ആണ്. കണ്ടോ, ഇവിടെ 2 കൊണ്ട് കട്ടായി പോകും, ബാക്കി ഇവിടെ 1 വരും. 16ൽ എത്ര തവണ? 4 തവണ, 4ൽ 1 തവണ, 241. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എയും ബിയും ചേർന്ന് 12 ദിവസം നമുക്ക് നോക്കാം. a+b ചേർന്നിട്ട് ഏതോ ഒരു ജോലി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എയും സിയും കൂടി ആ ജോലി 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ബിയും സിയും കൂടി ആ ജോലി 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ ബി ഒറ്റയ്ക്ക് ബി എത്ര ദിവസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇങ്ങനത്തെ എഫിഷ്യൻസിയുടെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ജോലിയുടെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന അവരുടെ ടോട്ടൽ വർക്കാണ്. അതായത് LCM, ഇതിന്റെ മൂന്നിന്റെയും കൂടി LCM കണ്ടുപിടിക്കണം. എത്രയാണ്? 12 8 6ന്റെ LCM എന്ന് പറയുന്നത് ഇവിടെ 2 കൊണ്ട് ചെയ്താൽ 6, ഇവിടെ 4, ഇവിടെ 3 വരും. അഗൈൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 3, അല്ലെ? ഇവിടെ 2, ഇവിടെ 1 വരും, അല്ല സോറി 3 വരും. 3 ഇവിടെ 2 × 2 4, 4 3 12. അഗൈൻ നമുക്ക് ഇത് എന്ത് ചെയ്യാം? 3 കൊണ്ട് കൂടി ചെയ്യാൻ പാടില്ല. അപ്പൊ 1 2 1 എന്ന് വരും. എത്ര കിട്ടി? 2 × 2 4, 4 × 3 12, 12 × 2 24 ആണ് ടോട്ടൽ ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം, അല്ലെ? എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി എത്രയാണ്? എയുടെയും ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ജോലിയെ എന്ത് ചെയ്യണം? ഈ ദിവസം കൊണ്ട് ഹരിക്കണം. 24 ഡിവൈഡ് ബൈ 12 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. 24 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. 24 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. അതായത് എയും ബിയും കൂടി ചെയ്യുമ്പോൾ എഫിഷ്യൻസി 2 ആണ്. എയും സിയും കൂടി ചെയ്യുമ്പോൾ എഫിഷ്യൻസി 3 ആണ്. ബിയും സിയും കൂടി ചെയ്യുമ്പോൾ എഫിഷ്യൻസി 4 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ബി ഒറ്റയ്ക്കാണ് വേണ്ടത്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഇവരുടെ എല്ലാവരുടെയും കൂടി നമുക്ക് കൂട്ടാം. കൂട്ടുമ്പോൾ നമുക്കറിയാം ഇവിടെ എന്ത് വരും? a+b, അല്ലെ? a 2 തവണ, b 2 തവണ, c 2 തവണ, അതായത് 2 × a + b + c എന്ന് പറഞ്ഞാൽ എത്രയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ എത്രയാണ്? ഇവരുടെ എല്ലാവരും കൂട്ടുമ്പോൾ 2ഉം 4ഉം എത്ര വരും? 3 2 5 5 4 9. 9 ആണ് ഇവരെല്ലാവരും കൂടി കൂട്ടുമ്പോഴുള്ള എഫിഷ്യൻസി. അതായത് എയും ബിയും സിയും കൂടി ആ ജോലി ചെയ്താൽ അത് 9 ഡിവൈഡ് ബൈ 2 4.5 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ജോലി തീർക്കാൻ പറ്റും. എങ്ങനെ? എയും ബിയും സിയും
നമുക്ക് വേണ്ടത് ബി ഒറ്റയ്ക്കാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി 4.5 ആണെങ്കിൽ ബിയുടെ മാത്രം കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഇവിടെ എ പ്ലസ് സി നമുക്കറിയാം. എയുടെയും സിയുടെയും എഫിഷ്യൻസി 3 ആണ് അല്ലേ? അപ്പൊ നമുക്കിവിടെ 3 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 4.5 എന്ന് കിട്ടും. സോ ബി എന്ന് പറഞ്ഞാൽ 4.5 മൈനസ് 3 ആണ്. 1.5 ആണ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. നമുക്ക് കിട്ടി ബിയുടെ എഫിഷ്യൻസി 1.5 ആണെന്ന് കിട്ടി. നമുക്ക് വേണ്ട ആൻസറിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കണം. ജോലി എത്രയാണ്? 24 ജോലി ഉണ്ട്. അത് എന്ത് ചെയ്യണം? 1.5 ആണ് എഫിഷ്യൻസി. ഈ 1.5 നമുക്ക് എന്ത് ചെയ്യാം? 24 ഡിവൈഡ് ബൈ 3/2 എന്ന് എഴുതാം. അതല്ലേ എളുപ്പം ചെയ്യാൻ അല്ലെ? 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? അപ്പൊ 24 എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. 2/3 എന്ന് കിട്ടും. ഇതും കൂടി കട്ടായി പോകും. എത്ര തവണ? 8 തവണ. 8 3 24. 8 × 2 16. സോ ബി ഒറ്റയ്ക്കാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ ബിക്ക് എത്ര ദിവസം വേണം? 16 ദിവസമാണ് ആ ജോലി ചെയ്തു തീർക്കാനായിട്ട് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത് ക്യാൻസൽ അല്ല ട്ടാ, മറ്റേതായിരുന്നു ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം 5 6 14 45 അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? ഇവിടെ നമുക്ക് നോക്കാം ഈ തന്നിരിക്കുന്നതിൽ ഒരു എന്താണ് ആ സീരീസ് എന്നുള്ളത്. 5 ഉണ്ട്, 6 ഉണ്ട്, 14 ഉണ്ട്, 45 ഉണ്ട്. നെക്സ്റ്റ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 5 എന്ന് പറയുന്നത് ഇവരോട് എഴുതിയിരിക്കുന്നത് 5 × 1 ആണ് അല്ലെ? ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കാം. 5 × 1 + 1 ചെയ്തപ്പോൾ അവർക്ക് 6 കിട്ടി. അടുത്ത നമുക്ക് നോക്കാം 6 × 2 + 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 2 12, 12 2 14 കിട്ടും. നെക്സ്റ്റ് വരുന്നത് 14 × 3 + 3 ആണ്. അതായത് 14 × 3 42, 42 3 കൂടി കൂട്ടുമ്പോൾ 45 ആണ്. അപ്പൊ നെക്സ്റ്റ് എന്താണ് വേണ്ടത്? 45 × 4 + 4 ആണ് വേണ്ടത്. 45 × 4 എന്ന് പറയുമ്പോൾ 180 വരും. 180 + 4 എന്ന് പറഞ്ഞാൽ 184 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. PQ എന്നത് PQ എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ്. അതായത് PQ എന്നത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിന്റെ വ്യാസമാണ് PQ എന്ന് പറയുന്നത്. P യിൽ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കണം. ഓക്കെ, ടാൻജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇങ്ങനെ സർക്കിളിൽ ഒരു സ്ഥലത്ത് മാത്രം ടച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ടാൻജൻസ് എന്ന് പറയുന്നത് അല്ലെ? തൊടുവര എന്ന് പറയും. ഒരൊറ്റ പോയിന്റ് മാത്രം. ഇത് ഇങ്ങനെയല്ല, ശരിക്കും ഒറ്റ പോയിന്റിലേ അത് കറക്റ്റ് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇനി എന്താണ്? വൃത്തത്തില് R എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് S ൽ P ടാൻജന്റിനെ സംയോജിക്കുന്ന QR അടയാളപ്പെടുത്തുക. ഇത് P ആണ്, ഇത് Q ആണ്. ഇവിടെ എന്താണ്? S ൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ R എന്ന് പറയുന്നത്. ഇത് S ആണ്. ഇനി എന്താണ്? ആംഗിൾ PSQ. PSQ എന്ന് പറയുന്നത് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 48 ആണെങ്കിൽ ആംഗിൾ PQR എത്ര? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ആണ്. അപ്പൊ നമുക്ക് 180 നിന്ന് കുറച്ചാൽ മതി. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഇവിടത്തെ 48 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ആംഗിൾ നമുക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഒരു സർക്കിൾ അതിന്റെ ഒരു പോയിന്റിൽ ടാൻജൻസ് എന്ന് പറയുന്നത് ആ സർക്കിളിന്റെ ഇതുമായിട്ട് എന്തായിരിക്കും? ലംബമായിരിക്കുമെന്ന്. അതായത് ലംബമായിരിക്കും. ലംബ സമഭാജി അല്ല, ലംബമായിരിക്കും. അതായത് ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിന്റെ ആ ഒരു എന്താണ് പറയുന്നത്? ഡയമീറ്റർ ആയിട്ട് ഉണ്ടാക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് എപ്പോഴും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ലംബമായിരിക്കും. അപ്പൊ ഇത് 90 ആണെന്ന് കിട്ടി. നമുക്കൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് നമുക്ക് കിട്ടി. ഒന്ന് 90 ആണെന്ന് കിട്ടി, മറ്റേത് 48 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഈ പറയുന്ന 90ഉം ഈ പറയുന്ന 48ഉം കൂടി കുറച്ചാൽ മതി അല്ലെ? അത് രണ്ടും കൂടി കൂട്ടിയിട്ട് കുറക്കണം. അതായത് 180 മൈനസ് 138 എന്ന് വരും. 42 ഡിഗ്രി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് ഡിസിപ്ലിൻ എന്നത് CHRBHOKHMD എന്നാണ്. അതായത് നോക്കിക്കേ, C കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ ആണ് അല്ലെ? H കഴിഞ്ഞായി, R കഴിഞ്ഞ് S, B കഴിഞ്ഞ് C അല്ലെ? അതായത് തന്നിരിക്കുന്ന വേർഡിൽ നിന്ന് -1 തൊട്ട് മുന്നേയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇക്ക് തൊട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ABCDE അല്ലെ? ഡിക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ C വരും, DC കണ്ടാ? ഇത് രണ്ടും എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി എന്താ നോക്കിക്കേ, DCTB വരെ സെയിം ആണ്
ഉണ്ടോ? ഇവിടെ രണ്ടിടത്തും സെയിം ആണ്. ഇനി ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇത് ബി ആണോ ഇത് ഇസഡ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഇവിടെ സിക്ക് തൊട്ട് മുമ്പ് എന്താണ് വരേണ്ടത്? ബി ആണല്ലേ. ഇനി അടുത്ത എന്താണ്? എക്ക് തൊട്ട് മുമ്പ് എന്ത് വേണം? അതാണ് ഇവിടുത്തെ നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത്. എക്ക് തൊട്ട് മുമ്പ് എന്താണ്? ഇസഡ് ആണ് വേണ്ടത്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കി അങ്ങോട്ട് നോക്കണ്ട, അവിടെ ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ആബേലുണ്ട്, പിന്നെ ആരാണ്? ടോം ഉണ്ട്. ഓക്കെ, ഡെന്നീസിന്റെ മകനാണ് ആബേല്. അപ്പൊ ഡെന്നീസ് എന്ന് പറയുന്നത് ആബേലിന്റെ പപ്പയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ടോമിന്റെ പപ്പയും ആരായിരിക്കും? ഡെന്നീസ് ആണല്ലോ. ഇനി ഡെന്നീസിന്റെ പിതാവാണ് ആര്? ഡാനി എന്ന് പറയുന്നത്. ബന്ധത്തിന്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ഡാനിയുടെ ആരായിരിക്കും? ഇത് നമ്മൾ എപ്പോഴും നോക്കണം. ടോം ആണ് ഡാനിയുടെ ആരാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡാനിയുടെ ആരാണ് ടോം? അത് പേരക്കുട്ടിയാണ്. ഓക്കെ, തിരിച്ചു ചോദിക്കാണ്. ഡാനി ടോമിന്റെ ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയാം? നമുക്കത് മുത്തച്ഛനാണെന്ന് പറയാം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് രണ്ടും കൺഫ്യൂഷൻ വരരുത്. ആരെയാണോ വെച്ചിട്ടാ കണക്ട് ചെയ്യണമെന്ന് കറക്റ്റ് നമുക്ക് നോക്കണം. ടോം ഡാനിയുടെ പേരക്കുട്ടിയാണ്. തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിലോ ഡാനി ടോമിന്റെ ആരാണ്? മുത്തച്ഛനാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നോക്കിക്കേ എന്താ പറഞ്ഞിരിക്കുന്നത്. അറ്റ് വാട്ട് ആംഗിൾ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ ഇൻക്ലൈൻഡ് അറ്റ് 40 minutes past 4. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. അതിന്റെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഇംഗ്ലീഷ് ടൈപ്പ് എടുത്തിട്ടത്. 4 മണി 50 മിനിറ്റിലെ ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 450 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 30h മൈനസ് 11/2m ആണ് ആംഗിൾ എന്ന് പറയുന്നത്. 30 × 4 മൈനസ് 11/2 × m എന്ന് പറയുന്നത് ഇവിടെ 50 ആണ്. 50 മിനിറ്റ് ആണ്. 30 × 4 120 മൈനസ് ഇവിടെ എത്ര വരും? 11 × 25 എന്ന് വരും. ഇവിടെ ആൻസർ ആയിട്ട് 120 മൈനസ് 11 × 25 എന്ന് പറയുന്നത് 275 ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു മോഡുലസും കൂടി ഉണ്ട് കേട്ടോ. കാര്യം ഇതിനുള്ളിൽ എന്ത് നെഗറ്റീവ് ആൻസർ വന്നാലും അത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ആൻസർ എത്ര വരും? മോഡുലസ് ഓഫ് മൈനസ് 155 എന്ന് കിട്ടും. അതായത് 155 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2, 11, 3 തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽഡ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. PSCയുടെ സൈഡിൽ നിന്ന് തന്നെ ഒത്തിരി ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇഫ് ദ 6th day of a month is 2 days earlier than Thursday, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു മാസത്തിലെ 6ാമത്തെ ദിവസം എന്ന് പറഞ്ഞത് എന്താണ്? 2 days earlier than Thursday. Thursdayയേക്കാൾ 2 ദിവസം മുമ്പാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 6ാമത്തെ ദിവസം ഏതായിരിക്കും? 2 days earlier than Thursday എന്ന് പറയുന്നത് Thursday minus 2 ചെയ്താൽ മതി. അതായത് ഏതായിരിക്കും? Tuesday ആയിരിക്കും. എന്ത്? Tuesday അല്ലെ? 6ാമത്തെ ദിവസം എന്ന് പറയുന്നത്. What day will be on the 18th day of the month? അതായത് 18ാമത്തെ ദിവസം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഈ 18ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 12 ആണ്. ഈ 12നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഇവിടെ 7 വരും, 5 വരും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ട്യൂസ്ഡേയോട് ട്യൂസ്ഡേയോട് നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഈ പറയുന്ന 5 ആഡ് ചെയ്താൽ മതി. ട്യൂസ്ഡേ പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഞായർ, സൺഡേ ആണ് അല്ലേ? ഇനി അല്ല എങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഇവിടെ 6 എന്ന് പറയുന്നത് ചൊവ്വയാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, 6 ചൊവ്വയാണെങ്കിൽ അടുത്ത ഏതായിരിക്കും? 7 കൂട്ടി 13 ചൊവ്വയായിരിക്കും. അടുത്ത ഏതാണ്? 20 ചൊവ്വയായിരിക്കും. അങ്ങനെയാണെങ്കിൽ 19, 18 അല്ലേ? 19 എന്ന് പറയുന്ന തിങ്കളായിരിക്കും. 18 എന്ന് പറയുന്നത് ഏതായിരിക്കും? സൺഡേ, ഞായറായിരിക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 18 ആണല്ലോ. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നോക്കാം. How many triangles are there in the following figure? ഇതിന്റെ അകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്രയാണ് ട്രയാങ്കിൾസ് ഉള്ളത്? 12 ട്രയാങ്കിൾസ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു വലിയൊരു ട്രയാങ്കിൾ വരും. ഓക്കെ, പിന്നെ ഉള്ളത് ഇപ്പൊ 1, 2, 3, 4, 5 കറക്റ്റ് വിസിബിൾ ആയിട്ടുള്ള ഈ 5 വരും. ഈ വലുത് വരും 6. പിന്നെ എന്താണ്? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇല്ലേ? 7 വരും. പിന്നെ ഏതാണ്? ഇതൊരു ട്രയാങ്കിൾ ആണ്, 8 വരും. പിന്നെ ഏതാണ്? ഇതൊരു ട്രയാങ്കിൾ ആണ്, 9 വരും. ഓക്കെ, കറക്റ്റ് 12 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ എണ്ണി വെച്ചതാണ്. കറക്റ്റ് 12 ട്രയാങ്കിൾസ് വരും. ഇത് എങ്ങനെയൊക്കെയാണ്? നമ്മളിങ്ങനെ വരച്ചു കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ കുളവാകും. ഓക്കെ, അപ്പൊ മൊത്തം എത്രയാണ് ഇവിടെ? 12 ട്രയാങ്കിൾസ്. നിങ്ങൾ ഒന്ന് അത് കറക്റ്റ് എണ്ണി നോക്കണേ. നെക്സ്റ്റ് നോക്കാം. ദീപക് വാസ് വാക്ക്ഡ് 1 kilometer ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലോട്ട് 1 കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ദീപക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കാം. 1 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് നടന്നു.
ഇവിടെ നമുക്ക് ആദ്യം അറിയേണ്ട എന്താണ്? നോർത്ത് വെസ്റ്റ് ഒക്കെ എവിടെയാണെന്ന് അറിയണ്ടേ? നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. 1 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് നടന്നു. Then he turns to south. സൗത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. എന്നിട്ട് എത്ര കിലോമീറ്റർ നടന്നു? 5 കിലോമീറ്റർ സൗത്തിലോട്ട് നടന്നു. Then turns to east. വീണ്ടും ഈസ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് എത്ര നടന്നു? 2 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് നടന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? And he turns to north and walk 9 kilometer. നോർത്തിലോട്ട് 9 കിലോമീറ്റർ സഞ്ചരിച്ചു. Now how far is he from the starting point? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ദൂരത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാലോ ഇത് 2 ആണെന്ന് അറിയാലോ. ഇനി എന്താണ്? ഇത് 1 ആണെന്ന് അറിയാം. ഇനി ഇവിടം വരെ 5 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ഇത് 4 എന്ന് കിട്ടും. ഇവിടെ ഇത് മൊത്തത്തിൽ എന്നാ 2 1 3 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഒബ്വിയസ്ലി ഇത് 5 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ബേസിക് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പൈതഗോറസ് തിയറം അവിടെ അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് വരേണ്ടത്? 3 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 4 സ്ക്വയർ ആണ്. 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, ഇവിടെ 25 വരും. ഓക്കെ, അപ്പോൾ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 25. സോ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ √25 5 ആണ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എപ്പോഴും ഇത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് 4 1 3 ആണെങ്കിൽ മറ്റേത് 5 ആയിരിക്കും. അതിനെയാണ് നമ്മൾ പൈതഗോറിയൻ ത്രികങ്ങൾ, പൈതഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. A class of girls stand in a single line. ക്ലാസ്സിലെ കുട്ടികളെല്ലാം സിംഗിൾ ലൈനിൽ ഇരിക്കുവാണ്. One girl is 17th in order from the both. രണ്ട് സൈഡിൽ നിന്നും ആ കുട്ടി എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? 17ാമതാണ് ആ കുട്ടി. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര പേരുണ്ട്? ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ആണ്. ലെഫ്റ്റിൽ നിന്നും 17, റൈറ്റിൽ നിന്നും 17, 1 കുറക്കുക. 17ഉം 17ഉം 34, 34ൽ നിന്ന് 1 കുറച്ചാൽ 33 ആണ്. നെക്സ്റ്റ് നോക്കാം. ജംഗിൾ സൂ ആണെങ്കിൽ സി എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? ജംഗിളിന്റെ അല്ലെ, കാടിന്റെ ഒരു മിനിയേച്ചർ ആണ് സൂ എന്ന് പറയുന്നത്. അപ്പൊ സിയുടെ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് അക്വേറിയം ആണ്. അക്വേറിയം. ഓക്കെ, 5 10 26 50 170 അല്ലെ, അതിന്റെ ഇടക്കുള്ള തന്നിരിക്കുന്ന. നമുക്ക് നോക്കാം. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയറിനോട് 1 കൂട്ടുന്നതാണ് 5 എന്ന് പറയുന്നത്. അടുത്തത് 3 സ്ക്വയറിനോട് 1 കൂട്ടുന്നതാണ് 10 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5 സ്ക്വയറിനോട് 1 കൂട്ടുന്നതാണ് 26. നെക്സ്റ്റ് എന്താണ്? 2 3 5 വന്നു. നെക്സ്റ്റ് 7 സ്ക്വയറിനോട് 1 കൂട്ടുന്നതാണ് 49 പ്ലസ് 1 50 എന്ന് വന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഇതിന്റെ പാറ്റേൺ? ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണല്ലേ തന്നിരിക്കുന്നത്. സോ നെക്സ്റ്റ് എന്തായിരിക്കണം വരേണ്ടത്? 7 കഴിഞ്ഞ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 കഴിഞ്ഞ് 5 എടുത്തു, 7 എടുത്തു. അപ്പൊ 9 ആണോ വരേണ്ടത്? അല്ല. അടുത്ത ഏത് വരണം? 7 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 11 ആണ്. സോ 11 സ്ക്വയർ പ്ലസ് 1 വേണം ചെയ്യാനായിട്ട്. 121 പ്ലസ് 1 അതായത് 122 വേണം. അടുത്ത നോക്കിക്കേ, 13 സ്ക്വയർ പ്ലസ് 1 ആണ് 169 പ്ലസ് 1 170. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 237 ഡിവൈഡ് ബൈ ഡാഷ് ഈക്വൽ ടു 23,700. ഇവിടെ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. കാര്യം നമ്മൾ പറയാണ് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. ഈ 2 നമുക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്താൽ മതി? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 10 ഡിവൈഡ് ബൈ 5 ചെയ്താൽ നമുക്ക് 2 കിട്ടും. കണ്ടോ? അതേപോലെ തന്നെ ഇവിടെ ഏതോ ഒരു സംഖ്യ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? അതായത് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ തിരിച്ച് ചെയ്താൽ മതി. 237 ഡിവൈഡ് ബൈ 23,700 ചെയ്താൽ മതി. ഇവിടെ ഇതുകൂടി കട്ടായപ്പോൾ ഒരു തവണ, അതായത് 1/100 എന്ന് വരും. 1/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.01 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ നിങ്ങൾ ഓർക്കുക, നമ്മൾ എപ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് നമ്പർ ആണെങ്കിൽ അതിലേലും ചെറിയ നമ്പർ ആയിരിക്കണം. ഇപ്പൊ 237 ഡിവൈഡ് ബൈ 10 ആണെങ്കിൽ എന്ത് വന്നേനെ? 237 ഡിവൈഡ് ബൈ 10 ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പറയാം അത് 23.7 ആണെന്ന്. 237 ഡിവൈഡ് ബൈ 100 ആണെങ്കിൽ നമുക്ക് പറയാം അത് 2.37 ആണെന്ന്. അപ്പൊ എന്ത് ചെയ്യണം? താഴെ ഇവിടെ നമുക്ക് ആൻസറിലായിട്ട് തന്നിരിക്കുന്ന ഹരിക്കാൻ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും വലുതാണെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തായിരിക്കും? അത് പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആയിരിക്കും ചെയ്യേണ്ടത്. ഇതാണെങ്കിൽ എന്ത് വന്നേനെ ആൻസർ? 2370 ആയിരുന്നെങ്കിൽ ഈ ഒരു പോയിന്റ് വന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? എന്താണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. 3ൻ്റെത് 9ൻ്റെത് 6ൻ്റെത് 11ൻ്റെത് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9ന്റെ എന്തായിരിക്കണം?
9 കിട്ടണം, അല്ലെങ്കിൽ എന്താണ് 9ന്റെ ഏതെങ്കിലും ഗുണിതം കിട്ടണം. ഇവിടെ നമുക്ക് നോക്കാം 4 1 അല്ലെ, 1 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 5 എന്ന് കിട്ടും, അതായത് 17 ആണ്. 17 എന്താണ് 9ന്റെ ഗുണിതമല്ല. നെക്സ്റ്റ് 3 പ്ലസ് 4 പ്ലസ് 7 പ്ലസ് 1, 4 3 7, 7 14, 14 1 15, 9ന്റെ ഗുണിതമല്ല. നെക്സ്റ്റ് വരേണ്ടത് 5 പ്ലസ് 4 പ്ലസ് 1 പ്ലസ് 8 ആണ്. 8ഉം 4ഉം 12, 12ഉം 5ഉം എത്രയാണ് 17, 17 1 18, 18 എന്ന് പറഞ്ഞാൽ എത്ര വരും? അത് 9ന്റെ ഗുണിതമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 5 4 1 8 ആണ്. ഇനി നമുക്ക് ഇവിടെ ലാസ്റ്റത്തെ കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. 4 4 7 എത്രയാണോ അല്ലെ, ഇവിടെ 5 4 9, 9 9 18, 18 7 എന്ന് പറയുമ്പോൾ 25 ആണ് വരുന്നത്. അപ്പൊ അതും എന്തല്ല, 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ മാത്സ് 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടിക്കുന്ന മാത്സ് ആയിരുന്നില്ല ഇത്. ഇന്നലത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ആ ഡയറക്ഷന്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. 20ൽ നമുക്കൊരു 15+ ഒക്കെ സുഖമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. ഇവിടെ നമുക്ക് അറിയേണ്ടത് എന്താണ്? വൺ മസ്റ്റ് ഡു എന്താണ്? വൺസ് വർക്ക് ആണ് അല്ലേ വേണ്ടത്. അതായത് ഇവിടെ വൺ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലാണ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മുടെ അതിന്റെ പ്രൊനൗൺ ആയിട്ട് നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം? വൺസ്, ആ ഒരു തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, വണ്ണിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊനൗൺ ആയിട്ട് എന്ത് വേണം? വൺസ് തന്നെ വേണം. വണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ വേണം. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. എന്താണ് ഇതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ഇത്? ആ ഒരു മീനിങ് ആണത്. അത് നമുക്ക് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അപ്പൊ നിങ്ങളൊന്ന് സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അക്വൈൻറ്റൻസ് അല്ലെ, AC എന്താണ്? QUAINTANCE. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒന്നുണ്ടല്ലോ. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? കാറ്റസ്ട്രോഫി എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അത് നമുക്ക് എങ്ങനെ പഠിക്കാം? കാറ്റ് ആസ് ട്രോഫി, TROPH, ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏതാണ്? ബ്യൂറോക്രസി. എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്? ബ്യൂറോക്രസിക്ക് BUREA. ഓക്കെ, യു പിന്നെ എന്താണ്? ക്രസി, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണേ. Choose the most appropriate word for the following. Rising air temperature dash the physical nature of the ocean. എന്തായിരിക്കും? റൈസിങ് എയർ അല്ലെ, ചൂട് കൂടുന്നതനുസരിച്ച് എന്തിനെയാണ്? ഫിസിക്കൽ നേച്ചറിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുക എന്നാ പറയേണ്ടത് അല്ലെ. എഫക്റ്റ് ആണ്, ബാധിക്കുന്നു എന്നല്ലേ നമുക്ക് പറയേണ്ടത്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ട്രാൻസ്ഫോം ചെയ്യുക, അത് മറ്റൊന്നിലേക്ക് മാറുക, രൂപാന്തരപ്പെടുക എന്നുള്ള മീനിങ് ആണ്. ഇൻഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡ്യൂസ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. മോഡിഫൈ ചെയ്യുക അല്ലെ, വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്തു, എന്താണ്? പരിഷ്കരിക്കുക എന്നുള്ള മീനിങ് ആണ്. ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് വെനറേറ്റ്. വെനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെനറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ മീനിങ് ആയിട്ട് വരേണ്ടത് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, വെനറേറ്റ് എന്താണ്? പഠിച്ചു വെച്ചോ. വെനറേറ്റ് എന്താണ്? റെസ്പെക്റ്റ് ആണ്. വെനറേറ്റ്, റെസ്പെക്റ്റ്, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട് ഇനിയും. ഐഡന്റിഫൈ ദ ആന്റോണിം ഓഫ് എന്താണ്? ഇമൈസിയേഷൻ. ഇമൈസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ നമുക്ക് വേണ്ടത്? ആന്റോണിം എന്ന് പറയുന്നത് ഇൻവിഗറേഷൻ ആണ്. ഓക്കെ, എന്താണ് ഇമൈസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശോഷണം എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. അടുത്തത് ഏതാണ്? ഇൻവിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവിപ്പിക്കുക, ആ ഒരു ഉന്മേഷം, ആ ഒരു മീനിങ്ങിലാണ് ഇൻവിഗറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലർഡ്, കൺഫ്യൂസ്ഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട സെയിം മീനിങ് തന്നെയാണ് എന്താണ്? മഡിൽഡ്, അതേപോലെ അൺക്ലിയർ എന്ന് പറയുന്നത്. ആ ഒരു കൺഫ്യൂസ്ഡ്, ആ ഒരു സെയിം മീനിങ് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ്. A large dark grey cloud that brings a rain or snow is called. നമ്മുടെ ജോഗ്രഫിയുടെ പോർഷൻ ആണല്ലേ. ആ ഒരു മേഘത്തെ പറയുന്ന പേരാണ് എന്ത്? നിംബസ് മേഘം. നിംബസ്, ക്യുമുലസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ഡാർക്ക്, മഴ പെയ്യിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഗ്രേ ക്ലൗഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു മേഘത്തെ പറയുന്ന പേരാണ് എന്ത്? നിംബസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബ്ലിസാർഡ്? ബ്ലിസാർഡ് എന്ന് പറഞ്ഞാൽ ഹിമവാതമാണ്. അതായത് നമ്മുടെ മഞ്ഞിന്റെ നല്ല കാറ്റില്ലേ, എന്താണ്? നല്ല കാറ്റായിരിക്കും. എന്താണ്? മഞ്ഞ്, ഹൈ വിൻസ് ആയിരിക്കും. എവിടെയുള്ളത്? സ്നോ സ്റ്റോം, അതിനെയാണ് നമ്മൾ ഹിമവാതം എന്ന് പറയുന്നത്. ഹെയിൽ, ഹെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലിപ്പഴം, അതിനെയാണ് ഹെയിൽ എന്ന് പറയുന്നത്. ആ ഒരു വീഴുന്നത്. ഫോഗ് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The idiom to have an axe to grind. എന്താണ് to have an axe to grind എന്ന് പറഞ്ഞാൽ? ഏതാണ്? To have a selfish interest to serve, അതിനെയാണ് to have an axe
to grind എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, ഇതൊക്കെ നമ്മൾ കുറേ തവണ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്. To have an axe to grind, to have a selfish interest to serve. I dash to the market with my friends now. അല്ലെ, എന്താണ് I dash to the market with my friends now. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എവിടെ പോകുന്ന പറയുന്നത്, മാർക്കറ്റിലേക്ക് പോകുകയാണെന്നുള്ള മീനിങ്ങിലാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ പറയുമ്പോഴേക്കും എന്താണ്, അവിടെ നമുക്കറിയാം ഇവിടെ നൗ കണ്ട, ഈ പറയുന്ന നൗ, അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് ടുഡേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഏതാണ് വേണ്ടത്, I am going to the market with my friends now. ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എവിടെ പോകും, മാർക്കറ്റിലേക്ക് പോകും എന്നുള്ള മീനിങ്. This brand of furniture is dash any other brand of furniture in the market. ഇവിടെ എന്താണ്, any other, മറ്റേതിനേക്കാളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്, this brand of furniture is എന്ത് വേണം, costlier than any other brand of furniture in the market. Okay. Next നോക്കാം. She agreed dash whatever conditions were put before her. എന്താ പറയേണ്ടത്, she agreed dash whatever conditions. അപ്പോൾ എന്താണ് പറയേണ്ടത്, ആൻസർ ആയിട്ട് പറയേണ്ടത് to, with, on, by. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ക്യാൻസൽഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏകദേശം ഒരു 6-7 ക്വസ്റ്റ്യൻസ് എന്തോ ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, MEMA എന്ന് മാത്രമായിട്ട്. Next നോക്കാം. Identify the most suitable pair of words to complete the sentence. Despite being the dash partner in the relationship, the franchisor does not always have all the എന്താണ്, despite being the dominant partner ആണെങ്കിൽ പോലും എന്താണ്, എല്ലായ്പ്പോഴും ആ ഒരു അഡ്വാൻറ്റേജസ് ലഭിക്കണമെന്നില്ല എന്നുള്ള മീനിങ് ആണ്. കണ്ടാ, അപ്പൊ എന്താ, ഇവിടെ ഒരു പോസിറ്റീവ് കാര്യത്തിൽ എന്താണ്, നെഗറ്റീവ് സംഭവിക്കുകയാണ് അല്ലെ. ഒരു പോസിറ്റീവായ കാര്യം പറയണ, ആ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ്, ഡോമിനന്റ് ആണെങ്കിൽ പോലും അതിനുള്ള എല്ലാ അഡ്വാൻറ്റേജസും ലഭിക്കുന്നില്ല എന്നുള്ളത്, ഡോമിനന്റ് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. We are happy that our chief minister with the members of his cabinet dash to be present at the function. ഇവിടെ എന്താണ് വേണ്ടത്, ഇവിടെ നമ്മൾ വിത്ത് ദ മെമ്പേഴ്സ്, അതായത് വിത്ത് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇതാണ് നമ്മുടെ ഹിന്റ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്, അവർ ചീഫ് മിനിസ്റ്ററും ഉണ്ട്, ബാക്കിയുള്ള മെമ്പേഴ്സും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്, വിത്ത്, അതേപോലെ along with, പിന്നെന്താണ്, as well as, together with, in addition, more than, അതേപോലെ തന്നെ besides, ഇങ്ങനെയുള്ള കുറെ വാക്കുകളുടെ ഒപ്പം നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ വെർബ് എഗ്രി ചെയ്യുന്ന ആരെയായിരിക്കും, ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കും. എന്താണ്, വെർബ് എഗ്രീസ് ടു ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്, ഫസ്റ്റ് സബ്ജക്റ്റ്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്, അവർ ചീഫ് മിനിസ്റ്റർ, അത് ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ട വെർബ് എന്ന് പറയുന്നത് ഇവിടെ സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഈസ് ആണ്. നെക്സ്റ്റ് നോക്കാം. No sooner had she entered the room dash and everybody began to make sound. No sooner നമ്മൾ പഠിക്കുന്നുണ്ട്, no sooner than, അങ്ങനെ തന്നെയാ പഠിക്കുന്നത്. than വരുന്നുള്ള ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാന്ന് നോക്കുക. No sooner no sooner had she entered the room than the lights went out and everybody began to make sound. കണ്ടോ, ഇവിടെ എന്താണ്, no sooner വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു than മാത്രം നോക്കിയാൽ മതി. no sooner than അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. We met her immediately after the session in which she dash a nice speech. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അവളെ കണ്ടുമുട്ടി. എപ്പോ, അവളൊരു നൈസ് സ്പീച്ച്, നല്ലൊരു സ്പീച്ച് നടത്തിയ ഉടനെ തന്നെ നമ്മൾ അവളെ കണ്ടു എന്നുള്ള മീനിങ്ങിലാണ്. ഓക്കെ, അതായത് രണ്ട് കാര്യങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമുക്ക് വേണ്ടത്, രണ്ട് കാര്യം കഴിഞ്ഞു പോയിട്ട് ഇവിടെ ആദ്യം നടന്ന കാര്യം എന്താണ്, ഇവള് സ്പീച്ച് നടത്തി ഉടനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവളെ കാണുന്നത്. അപ്പൊ ആദ്യം നടന്ന കാര്യം ഇതാണ്, നമുക്ക് ഫസ്റ്റ് നടന്ന കാര്യം. അവളെ കണ്ടത് എന്താണ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് നടന്ന കാര്യം. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്, ആദ്യം പൂർത്തിയായ കാര്യം എന്തായിരിക്കണം, പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഇതാണല്ലോ ആദ്യം പൂർത്തിയായ കാര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, ഹാഡ് ചേർത്ത് വേണം പറയാൻ. ഹാഡ് അല്ലെ, we met her immediately after the session in which she had given a nice speech. നല്ലൊരു സ്പീച്ച് നടത്തിയ ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, അവളെ കണ്ടു എന്നുള്ളത്. The guest admired my paintings but they dash my writings. അവരെന്താണ്, ഗസ്റ്റ് എന്റെ പെയിന്റിങ്സിനെ അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടു, but they dash my writings, എന്റെ റൈറ്റിംഗ്സ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇവിടെയും അത് തന്നെ,
രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് തന്നെയല്ലേ നടക്കുന്നത്. ഞാൻ ആ പിക്ചർ കണ്ടു, ഞാനല്ലേ പിക്ചറൊക്കെ കണ്ട് കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അവളുടെ പിക്ചറിനെ ആ ഒരു റൈറ്റിങ്ങിനെ പറ്റി ശ്രദ്ധിക്കുന്നത്. അല്ല, ആ പിക്ചർ കാണുമ്പോൾ തന്നെ ഞാൻ അവളുടെ റൈറ്റിംഗും എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് വളരെ അടുത്തടുത്തായിട്ടായിരിക്കും ആ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പൊ എന്താണ് അത്, പ്രസന്റ് പെർഫെക്റ്റിലായിരിക്കണം പറയേണ്ടത്. അതായത് ഇവിടെ എന്ത് വേണം, സബ്ജക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സബ്ജക്റ്റ് വേണം, ഹാസ് ഓർ ഹാവ് വേണം, പിന്നെ എന്താണ്, V3 ഫോർമാറ്റ് വേണം. ഇവിടെ V3 വരുന്ന ഏതാണ്, ഡിസ്ലൈക്ഡ് അല്ലേ, ഡിസ്ലൈക്ഡ് ഉള്ള. അപ്പൊ നമുക്ക് ഇതെല്ലാം വെട്ടിക്കളയാം. ഹാസ് ഓർ ഹാവ് വേണം. സോ ഇവിടെ എന്താണ് വരേണ്ടത്, സീം ടു ഹാവ് ഡിസ്ലൈക്ഡ് മൈ റൈറ്റിംഗ്സ് എന്നാണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഈ ക്വസ്റ്റിനും എന്ത് ചെയ്തിട്ടുണ്ട്, PSCയുടെ ക്യാൻസൽഡ് സെക്ഷനിൽ നിന്നാണ്. ഇതിന്റെ ഫൈനൽ ആൻസർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടാവേ, ടെലഗ്രാമിൽ ഇടാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് എന്തോരം ക്വസ്റ്റ്യൻസ്, മൊത്തം ഇങ്ങനെ റെഡ് മയമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെക്ഷനിൽ. ഒർണിത്തോളജി. ഒർണിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റഡി ഓഫ് ബേർഡ്സ്. ബേർഡ്സിനെ പറ്റിയുള്ള പഠനമാണ് എന്ത്, ഒർണിത്തോളജി എന്ന് പറയുന്നത്. മെറ്റൽസിനെ പറ്റിയുള്ള പഠനം എന്താണ്, അത് മെറ്റലർജി ആണ്, മെറ്റലർജി. അനിമൽസിനെ പറ്റിയുള്ള പഠനമാണ് എന്ത്, സുവോളജി. സുവോളജി അനിമൽസിനെ പറ്റിയുള്ള പഠനമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ ഫ്രം ദ ഫോളോയിങ്. ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്തിനായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെ, അൺപ്ലസന്റ് ആണ്. ടേസ്റ്റ്ലെസ് എന്നുള്ള മീനിങ് അല്ല, അൺപ്ലസന്റ് ആണ്. അതിനെയാണ് ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറയുന്നത്. ഒന്ന് പഠിച്ചു വെക്കണേ, നമുക്ക് ഈ ഒരു ടേസ്റ്റ്ലെസ്സിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അൺപ്ലസന്റ്, ആ ഒരു ഇതിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. നമ്മുടെ ഇംഗ്ലീഷും കഴിഞ്ഞിട്ടുണ്ട്, ഇനി മലയാളമാണ്. എന്താണ് പറയുന്നത്, ശരിയായ പദം. ശരിയായ പദം എന്ന് പറയുന്നത് അരോഗ ശരീരമാണ്. അരോഗ ശരീരം. അവിടെ ഏതാണ് വരേണ്ടത്, ആരോഗ്യ ശരീരമല്ല വേണ്ടത്, അരോഗ ശരീരമാണ്. ഇവിടെ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ഈ അരോഗ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, രോഗമില്ലാത്ത അവസ്ഥയാണ്. രോഗമില്ലാത്ത അവസ്ഥ, രോഗമില്ലാത്ത ശരീരം, അതിനെയാണ് അരോഗ ശരീരം. അപ്പൊ ഈ അരോഗ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ മങ്ങിയ ശരീരം നമ്മൾ പറയില്ല അല്ലെ, മങ്ങിയ, അതാണ് ഈ വരുന്നത്. ഈ അരോഗ എന്ന് പറഞ്ഞാൽ മങ്ങിയ എന്നാണ്. അരോഗ ശരീരം, ആരോഗ്യ ശരീരമല്ല പറയേണ്ടത്, അരോഗ ശരീരം. ഒന്ന് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നോക്കാം. പോട്ടെ പ്ലസ് അവൻ. പോട്ടവൻ എന്നും പറയും, പോട്ടയവൻ എന്നും പറയും. രണ്ടും എന്താണ്, ശരിയാണ്. ഒന്നും രണ്ടും ഇവിടെ ശരിയായിട്ട് വരും. പോട്ടവൻ, പോട്ടയവൻ എന്ന് പറയുന്നത്. പിരിച്ചെഴുതുക. കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ ആണ് കാട്ടിനേൻ എന്ന് പറയുന്നത്. കാട്ടി പ്ലസ് ഏൻ, കാട്ടിനേൻ. തെറ്റില്ലാത്ത വാക്യം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. എന്താണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. എന്താ, ഇവിടെ സ്നേഹോദര ഭാവമാണ്, അത് തെറ്റാണ്. സ്നേഹാദരമാണ്, ഇതും തെറ്റാണ്. എന്താ, സ്നേഹ ഉദരഭാവമാണ്, ഇതും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരേണ്ടത്, സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. No action seems to be called for on our part എന്നതിനെ യോജിച്ച മലയാള വിവർത്തനം. മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ്, നമ്മുടെ ഭാഗത്ത് നിന്നും എന്താണ്, എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. No action seems to be called for on our part. എടുക്കേണ്ടതായിട്ട് അല്ലെ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. തേൻ എന്നർത്ഥം വരുന്ന പദമാണ് എന്ത്, മധുലി. മധുലി എന്ന് പറഞ്ഞാൽ എന്താണ്, തേനാണ്. മധു പറയും അല്ലെ, മധു എന്ന് പറഞ്ഞാൽ തേനാണ്, മധു തേനാണ്, മകരന്തം തേനാണ്. ഇതെല്ലാം എന്താണ്, തേനിന്റെ പര്യായ പദങ്ങളാണ്. മധു, മധു, മകരന്തം. ഓക്കെ. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ കഷത്തിലിരിക്കുന്ന വീഴുകയും വരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വേല. അമ്മയോടുകൂടി മരിക്കുകയും വേണം, അച്ഛനോടുകൂടി ഇരിക്കുകയും വേണം. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക. ഇവിടെ ഇത് മാത്രം നമുക്ക് അല്ലാന്ന് മനസ്സിലാവും. ബാക്കി മൂന്നും നല്ല കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പൊ ഇവിടെ PSCയുടെ ആൻസർ പ്രകാരം ഏതാണ്, മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ടിറക്കാനും വയ്യ, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എതിർലിംഗം. ചെട്ടി. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ. നമ്മൾ ചെട്ടി ചെട്ടിച്ചി നമ്മൾ പഠിക്കുന്നത്, പക്ഷെ ഇവിടെ വേറെ ഏതും കൂടി ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പട്ടുടുത്തവനെയാണ് എന്ത് പറയുന്നത്, പീതാംബരൻ. അത് ഏതാണ്, ഓപ്ഷൻ ബി ആണ്. മഞ്ഞപ്പട്ടുടുത്തവനാണ് ആര്, പീതാംബരൻ എന്ന് പറയുന്നത്. ഓക്കെ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. ഇവിടെ എല്ലാം ശരിയെന്നുള്ളതാണ് PSCയുടെ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത്. ഈ സ്ഥൈര്യം, തിടുക്കം, വേഗം എനിക്ക് ഓക്കെ ആയിരുന്നു. എനിക്ക് ഉറപ്പ് എനിക്ക് വലിയ ഡൗട്ട് ആയിരുന്നു. പക്ഷെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, എല്ലാം ശരിയെന്നുള്ളതാണ്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം ആൻസർ. ചിലപ്പോൾ അങ്ങനെ ധൃതിക്ക് ഉറപ്പ് എന്നുള്ള മീനിങ് ഉണ്ടാവാം.
ഓക്കെ, അപ്പൊ എന്താണ്, ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.